ഹായ് എവ്രിവൺ, ഈ ഒരു വീഡിയോയിൽ കേരളത്തിൽ ആരംഭിക്കാൻ പറ്റുന്ന 10 സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യത്തേതാണ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന് എപ്പോഴും നല്ല ഡിമാൻഡാണ് കേരളത്തിൽ. പിക്കിൾസ് ആണെങ്കിലും ജാമുകളാണെങ്കിലും സ്നാക്ക് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സുകളാണെന്നുണ്ടെങ്കിലും എപ്പോഴും അത്യാവശ്യം നല്ല മാർക്കറ്റാണ് അതിന്. അപ്പം നമുക്കിത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ലോക്കലിയോ സെല്ല് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തതാണ് ഓർഗാനിക് ഫാമിംഗ്. നിലവിലിപ്പോൾ എല്ലാവരും ഹെൽത്തിനെ പറ്റി കൂടുതൽ അവെയർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ സാധാരണ കെമിക്കൽസ് ഒക്കെ അടിച്ചു വരുന്ന ഭക്ഷണ വിഭവങ്ങളെക്കാൾ നമുക്ക് കുറച്ചുകൂടി ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസിന് പോപ്പുലാരിറ്റി ഏറി വരികയാണ്. അതുകൊണ്ട് തന്നെ ഫാമിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിങ്ങിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സാണ് ഓർഗാനിക് ആയിട്ടുള്ള ഫാമിംഗ്. ഓർഗാനിക് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്പൈസസ്, ഇതിനൊക്കെ എപ്പോഴും നല്ല ഡിമാൻഡാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി സ്പൈസസിനൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടാവാറുണ്ട് പൊതുവെ. അപ്പോൾ ഇങ്ങനെ ഓർഗാനിക് ഫാമിംഗ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ സ്റ്റോർ തുടങ്ങിയിട്ട് അങ്ങനെ സെല്ല് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലോക്കലി ഫാമർ മാർക്കറ്റ്സിലൂടെ സെല്ല് ചെയ്യാം. സ്പൈസസ് ഒക്കെ ഓൺലൈനായിട്ടും നല്ല മൂവിങ് ഉള്ള ഐറ്റംസ് ആണ്. മൂന്നാമത്തതാണ് ആയുർവേദിക് പ്രൊഡക്ട്സ്. ആയുർവേദിക് പ്രൊഡക്ട്സിന് നമുക്കറിയാം എപ്പോഴും നല്ല ഡിമാൻഡാണ്. കേരള ദി ലാൻഡ് ഓഫ് ആയുർവേദ എന്നാണ് പറയുന്നത്. ആയുർവേദത്തിന്റെ നാടായിട്ടുള്ള കേരളത്തിലെ ആയുർവേദിക് ഉൽപ്പന്നങ്ങൾക്കും നല്ല ഡിമാൻഡാണ്. കേരളം എന്ന് പറയുമ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സിനായാലും പ്രൊഡക്ട്സിനായാലും നല്ല പേര് കേട്ടിട്ടുള്ളതായതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ആയുർവേദിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ഹെർബൽ ടീകള്, ഓയിലുകള്, സപ്ലിമെന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സെയിൽസ് പ്രതീക്ഷിക്കാം. ഇതും നിങ്ങൾക്ക് ലോക്കലിയോ അല്ലെങ്കിൽ ഓൺലൈനോ സെല്ല് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കാനും സാധിക്കും. എപ്പോഴും നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണോ പ്രൊഡക്ട്സ് അയക്കുന്നത് അവിടുത്തെ റെഗുലേഷൻസിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രൊഡക്ട്സ് പ്രിപ്പയർ ചെയ്യാനും അത് ലേബിൾ ചെയ്ത് അയക്കാനുമായിട്ട് ശ്രദ്ധിക്കാം. ഏറ്റവും ഒതന്റിക് ആയ രീതിയിൽ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടും നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്താണ് ഹാൻഡിക്രാഫ്റ്റ്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളത്. കേരളത്തിന് നല്ലൊരു സാംസ്കാരിക പൈതൃകം തന്നെ പറയാനുള്ളത് കൊണ്ട് നമുക്ക് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള കരകൗശല വസ്തുക്കൾക്കും അതുപോലെ പുരാവസ്തുക്കൾക്കും ഒക്കെ നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്നതിൻ്റെ പോസിബിലിറ്റീനെ പറ്റി ചിന്തിക്കാം. നെയ്തെടുത്തിട്ടുള്ള തുണിത്തരങ്ങൾ, അതുപോലെ മുള കൊണ്ടും മരം കൊണ്ടും ഒക്കെയുള്ള കരകൗശല വസ്തുക്കൾ, ഇതിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടാവും. അടുത്തതാണ് ടൂറിസം സർവീസസ്. നിങ്ങൾക്ക് അത്യാവശ്യം ലോക്കലായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടൂറിസം സർവീസസിൻ്റെ ബിസിനസ് തുടങ്ങാം. ഗൈഡഡ് ആയിട്ടുള്ള ടൂർ പാക്കേജുകൾ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാം. ആളുകൾക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ഒരുക്കാം. ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കസ്റ്റം ചെയ്തിട്ടുള്ള ട്രാവൽ പാക്കേജസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ടൂറിസം സർവീസസിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നല്ല രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ വിദേശത്തു നിന്നൊക്കെയുള്ള എൻക്വയറീസ് നേടിയെടുത്തിട്ട് നിങ്ങളുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതാണ് കോക്കനട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വിൽക്കുക എന്നുള്ളത്. കേരളം പേര് പോലെ തന്നെ കേരങ്ങൾ നിറഞ്ഞ ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ഒത്തന്റിക് ആയിട്ടുള്ള കോക്കനട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് ഫ്ലോർ, കോക്കനട്ട് ബേസ്ഡ് കോസ്മെറ്റിക്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നല്ല ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അടുത്താണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത്. ഇപ്പം നല്ലൊരു ഗ്രോയിങ് ഡിമാൻഡാണ് എക്കോ ഫ്രണ്ട്ലി ആയതും എൻവിറോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സും വിൽക്കുക എന്നുള്ളത്. അപ്പം ഇതിനായിട്ട് ബാമ്പു കൊണ്ടുള്ള, മുള കൊണ്ടുള്ള ടൂത്ത് ബ്രഷുകൾ, തുണി കൊണ്ടുള്ള ബാഗുകൾ, ഓർഗാനിക് ആയിട്ടുള്ള ക്ലോത്തിങ്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുക എന്നുള്ളത് ഇപ്പൊ നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ്. അടുത്തതാണ് ഫിഷ് ഫാമിംഗ്. കേരളത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാട്ടർ റിസോഴ്സസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫിഷ് ഫാമിങ്ങും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താല്പര്യമുള്ളവർക്ക്. ചെറിയ രീതിയിൽ ഒരു ഫിഷ് പോണ്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഫ്രഷ് വാട്ടർ ഫിഷുകൾ ഉണ്ടല്ലോ, തിലാപ്പിയ അല്ലെങ്കിൽ കരിമീനൊക്കെ പോലെയുള്ള മീനുകൾ വിറ്റിട്ട് നമുക്ക് നല്ലൊരു ബിസിനസ് റൺ ചെയ്യാം. അടുത്തതാണ് ഹെർബൽ ഗാർഡൻ നഴ്സറി. ആയുർവേദത്തിന്റെ നാടാന്ന് പറഞ്ഞ പോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹെർബൽ പ്ലാന്റ്സ് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന രീതിയിലുള്ള നഴ്സറി ആരംഭിക്കുന്നതും അതുപോലെ ഇൻഡിവിജ്വൽസിനും ആയുർവേദിക് സെന്ററുകൾക്കും ഹെർബൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സിനും എല്ലാം ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എത്തിക്കാനായിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.
ഇതും നല്ല ഡിമാൻഡുള്ള, നമുക്ക് പുറത്തുനിന്നൊക്കെ ഓർഡേഴ്സ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. അടുത്തതാണ് ടൂറിസ്റ്റ് ഹോം സ്റ്റേ. നിങ്ങൾക്കൊരു സ്പെയർ റൂം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എക്സ്ട്രാ ഉണ്ട് ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഏരിയയിലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഹോം സ്റ്റേ ആക്കി മാറ്റുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ നമുക്ക് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റും ത്രൂ ഔട്ട് ദി ഇയർ. അപ്പോൾ അവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോം സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നതും നല്ലൊരു ബിസിനസ് ആയിരിക്കും.